താൻ ഇങ്ങനെ കിടന്ന് പെടക്കേണ്ട ഒരു കാര്യമില്ല. അമ്മുവിന്റെ കാര്യത്തിന് ഒരു കുറവും ഉണ്ടാവാൻ പോണില്ല. അവക്ക് ഈ ചൊവ്വാദോഷം ഉള്ളതുകൊണ്ട് ഒരു ജാതകം ഒത്തുവരികയെന്ന് വെച്ചാൽ അത് തന്നെ ഒരു വലിയ ഭാഗ്യ. എഴുപന്നക്കാര് വലിയ സ്ഥാനികളാ. കുട്ടിയായിരിക്കുമ്പോ അമ്മയുടെ കൂടെ ഞാനിവിടെ പോയിട്ടുണ്ട്. അന്നൊക്കെ വലിയ പ്രതാപമായിരുന്നു. നമ്മൾ നോക്കണ്ട അത് തന്നെയാ. ചെക്കനും നല്ല കാര്യപ്രാപ്തി ഉള്ളവനാ. എന്നാ പിന്നെ അത് തന്നെ കൂടെ ഉറപ്പിക്കാം. ഈ മാസത്തിൽ തന്നെ നല്ലൊരു ദിവസം നോക്കി വെക്കാൻ ഗോവിന്ദ പണിക്കരോട് പറഞ്ഞാ മതി. നേരത്തെ നടത്തുന്നത് എന്തുകൊണ്ടും നല്ലത്. അമ്മുവിന്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ സൗദാമിന്റെ കാര്യം കൂടി ആലോചിക്കാലോ. ആദ്യം ഇതും കൂടെ നടക്കട്ടെ. അപ്പോഴേക്കും വിശ്വാസിന് എന്തെങ്കിലുമൊക്കെ ഒരു പണി ആവൂലോ. അതെ, ഇല നിറച്ചിട്ടോളൂ. വെച്ചു വിളമ്പി നാരായണമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടായില്ലേ? ഏയ്, വീട്ടിൽ വരുന്നവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്ന നാട്ടു നടപ്പല്ലേ. അതല്ലേ തറവാടിത്തം. സാറ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാലോ? അമ്മുക്കുട്ടി നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. വല്ലാതെ ക്ഷീണിച്ചു. അമ്മേ, ഈ വെട്ടിവേര് നറന്നിന്റെ കിഴങ്കൂടയിൽ വാഴപ്പിണ്ടി വെള്ളം എടുത്തോണ്ട് എന്നാ 2 ഗ്ലാസ് ആയിക്കോട്ടെ. എല്ലാ ദിവസവും ഇതേ കറികൾ തന്നെ ആവണമെന്നില്ല. ഒരേ ഭക്ഷണം ആവുമ്പോ ഉണ്ടാക്കുന്നവർക്കും കഴിക്കുന്നവർക്കും ഒരു മടുപ്പാവും. ഞാനൊന്ന് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ വന്ന അന്ന് മുതലേ മട്ടണാ കഴിക്കുന്നത്. ഇനി കുറച്ചു ദിവസത്തേക്ക് ചിക്കൻ. നല്ല നാടൻ താറാവിനെ കിട്ടിയാൽ 1-2 ദിവസം അതാകാമോ? ഓ മതി. അത് കഴിഞ്ഞ് കാട. ഇത് പറഞ്ഞപ്പോഴാണ് സാറ് പറഞ്ഞു ഞാൻ വേറൊരു കാര്യം ഓർമ്മിച്ചത്. ഞാൻ SPF-ലായിരിക്കുമ്പോ ഓരോ ദിവസവും ഓരോ ഡിഷാ. ഒരു ദിവസം ചൈനീസ്, ഒരു ദിവസം ജാപ്പനീസ്, ഒരു ദിവസം കോണ്ടിനെന്റൽ, ഒരു ദിവസം ജർമ്മനീസ്. ചോറുണ്ട്. ഊണ് കഴിച്ചിട്ട് പറയാട്ടോ. ഞാൻ പറഞ്ഞില്ലേ മിനിക്കുട്ടി കാത്തു നിൽക്കുന്നുണ്ടാവുന്നു. ഞാൻ പോയി സംസാരിച്ചിട്ട് ഉടനെ വരാം. അനെന്താ പോകാമല്ലോ? അയ്യേ, നിങ്ങളെന്തിനാ വരുന്നത്? ഒറ്റയ്ക്ക് പോകുന്ന കാര്യം നടപ്പില്ല. അപ്രതീക്ഷിതമായ ആക്രമണത്തിന് സ്ത്രീകൾ പോലും തയ്യാറാവുന്ന ഒരു കാലഘട്ടമാണിത്. ചാക്കോച്ച, ഈ കാക്കിക്കുള്ളിൽ ഒരു കലാഹൃദയം ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളൊരു കവിയല്ലേ? പ്രേമത്തിന്റെ വേദന മറ്റാരെക്കാളും നിങ്ങൾക്കല്ലേ മനസ്സിലാവും. ഒന്ന് പോകട്ടെ സാർ, ഒന്ന് പോകട്ടെ. 2 മിനിറ്റ് സമയം ഞാൻ ഒരുച്ചിരിക്കുന്നു. പക്ഷേ അവിടെ പറയണ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ വള്ളിപുള്ളി വിടാതെ ഇവിടെ ഒന്ന് പറയണേ. പെണങ്ങണ്ട. എന്ത് ചെയ്യാനാ മിനിക്കുട്ടി? ആ പോലീസുകാരെ കയ്യിൽ നിന്ന് ഊരി കിട്ടണ്ടേ? മിച്ചോട്ട് ആശുപത്രി കിടക്കുമ്പോ വേഗം സുഖാവാൻ ഞാൻ ദേവിക്കൊരു കൂട്ടുപായസം നേർന്നിരുന്നു. ഒന്നിച്ച് തൊഴുത് പായസം വാങ്ങാന്ന് കരുതിയതാ. അതിനെന്താ ഇത്തിരി താമസം തന്നെ ഉള്ളൂ. നമുക്ക് പോയി വാങ്ങാം. ഇനി ഇപ്പൊ പോവേണ്ട കാര്യമൊന്നുമില്ല. ഇതാ പായസം എടുത്തോളൂ. ഇതങ്ങനെ വെറുതെ കഴിച്ചാലൊന്നും പോരാ. നേർച്ചക്കാരി സ്വന്തം കൈകൊണ്ട് തന്നെ തരണം. അരുത്, അരുത്, കഴിക്കരുത്. എന്താ കാര്യം? ഞങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ആഹാര സാധനങ്ങൾ കഴിക്കരുതെന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ലേ? കുട്ടി പൊക്കോളൂ. അവിടെ നില്ലേ. കഴിക്കരുത്, പ്ലീസ് കഴിക്കരുത്. അയ്യോ അയ്യോ, ഞാൻ സഹിച്ചു. പ്രസാദം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പോവാ. സാർ, എന്തെങ്കിലും സംഭവിച്ചാ? അയ്യോ, സംഭവിച്ചാക്കോ? നിങ്ങൾ ആര് പറഞ്ഞു സമ്മതിക്കാൻ? സാർ കൂടെ സമ്മതിച്ച ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് നിന്റെ ഡ്യൂട്ടി. എന്റെ ജോലി പോയി ആര് തരും? എന്റെ ജോലി പോയി താൻ തരുമോ? അനാവശ്യം പറയരുത്. ആണ്ടാ പോയി. ആര്? വിശ്വം. ഏത് വിശ്വം? നമ്മുടെ വിശ്വം. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എന്താ ഈ നേരത്തെ വരവിന്റെ ഉദ്ദേശം? വിശ്വാനെ ഒന്ന് കാണുമായിരുന്നു. എന്താ വീട്ടിൽ വല്ല കല്യാണം ഉണ്ടോ? അതോ പെലവിളിയോ? അല്ല, വിജയന് ജോലി കിട്ടി. വിശ്വം, ഞാൻ ഇവിടെ ഉണ്ട്. കൂട്ടുകാരുമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഞങ്ങളുടെ കൺവെട്ടത്ത് വെച്ച് തന്നെ വേണം. IPC 4200. ഓ വാ. എവിടെയാ ജോലി? റവന്യൂ വകുപ്പില, LD ക്ലാർക്ക്. തിങ്കളാഴ്ച ജോയിൻ ചെയ്യണം. അങ്ങനെ നീ രക്ഷപ്പെട്ടു. ഞങ്ങളൊക്കെ ഇപ്പോഴും തിരുനക്കര തന്നെ. ശരിക്കും രക്ഷപ്പെട്ടത് മാഷ. VIP സ്റ്റാറ്റസിലല്ലേ ജീവിതം. VIP സ്റ്റാറ്റസ് കണ്ടില്ലേ? മനസ്സമാധാനമായിട്ട് ഒരു മനുഷ്യനോട് സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ട് തിരിഞ്ഞാ കുറ്റം, ഇങ്ങോട്ട് തിരിഞ്ഞാ കുറ്റം. പുറത്തിരിക്കാൻ വയ്യ, അകത്തിരിക്കാൻ വയ്യ. ദുഷ്ടന്മാർ. മിനിക്കുട്ടിയോട് പോലും ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അവള് പിണങ്ങിപ്പോയി. മാഷ വിഷമിക്കാതെ, മിനിക്കുട്ടിയെ കാണണമെന്നല്ലേ ഉള്ളൂ. നമുക്ക് വഴിയുണ്ടാക്കാം. എന്താ അവിടെ ഒരു കുശുകുശുപ്പ്? നഖത്തിന്റെ ഇടയിൽ സാർ ആണി അടിച്ച കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു. താൻ ഇതിവിടെ മുഴുവൻ പറഞ്ഞ് പാട്ടാക്കി. ശരിക്കുള്ള കഥ എന്താന്ന് വെച്ചാ, എന്റെ വല്യമ്മാവൻ ചീട്ടുള്ള സാർ. പിന്നെ പറഞ്ഞുതരാം. സ്റ്റോപ്പ്. കയറാൻ വരട്ടെ. ഇതിപ്പോ 7ാമത്തെ പ്രാവശ്യമാണ്. ഉടനെ പോയി ഒരു ഡോക്ടറെ കാണണം. കയറാൻ വരട്ടെ. ഞാൻ പരിശോധിച്ചിട്ട് അകത്തേക്ക് കയറിയാൽ മതി. ഇതിപ്പോ 6 തവണ പരിശോധിച്ചില്ലയോ? ഇനിയിപ്പോ എന്തോന്ന് പരിശോധന? മറ്റേ സാറിന് ഇതൊന്നും ഇല്ലല്ലോ. അത് അങ്ങേരുടെ കാര്യം.
കുഴപ്പമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ ചുമതലയാണ്. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. എന്നാ ഒരു കാര്യം ചെയ്യാം. നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് ബാ ബാ കൈ വേണ്ട വേണ്ട അല്ല പിന്നെ പെട്ടെന്ന് ഇറങ്ങണം. അതിനകത്ത് ആത്മഹത്യ ചെയ്താലേ ഉത്തരം പറയേണ്ട ഞങ്ങളാ. ആ ശ്രീധരൻ നായർക്ക് പ്രമോഷന്റെ കാര്യം അന്വേഷിക്കാൻ പോവാൻ കണ്ടൊരു നേരം. എന്ത് നായ് വേഷം കെട്ടിപ്പോയില്ലേ? കൊരയ്ക്കണം കൊര കേക്കണം. ചേട്ടൻ നായ വേഷമൊന്നും അല്ല, രാജാപ്പാർട്ടാന്നേ. ഒക്കെ അറിഞ്ഞു കൊച്ചു കള്ളൻ. എന്താ 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 സംഗതികളൊക്കെ ഞാൻ അറിയുന്നുണ്ട് ചേട്ടാ. താൻ കാര്യം എന്താ തെളിച്ചു പറ. അന്നാമ്മ ചേട്ടത്തി എന്നോട് പറഞ്ഞായിരുന്നു ചേട്ടാ. വിജയ ആ പറയാം. അന്നാമ്മ ചേട്ടത്തി എന്ത് പറഞ്ഞു? അന്നാമ്മ ചേട്ടത്തി അന്നാമ്മ ചേട്ടത്തി മോക്കെ ചേട്ടനോട് പ്രേമമാണെന്നോ നേരം ആ കല്യാണം കഴിക്കാൻ പോണെന്നോ. ആലോചനയായിട്ട് വരാൻ പോകുന്ന ചേട്ടത്തി പറഞ്ഞത് നേരാണോ? നേര് സത്യം സത്യം. എന്താണോ നിന്ന് ചിണുങ്ങണേ? ഒന്നുമില്ല, ഡ്യൂട്ടിക്കിടയിൽ വീണ് കിട്ടിയ ഒരു നിമിഷം. ഒരു കലാഹൃദയമാണല്ലോ എന്റേത്. ബാക്കി ഞാൻ പറയാം. അവനെവിടെ? ഏവേ വിശ്വനാഥൻ. ഏത് വിശ്വനാഥൻ? ഇവിടുത്തെ വിശ്വനാഥൻ. കക്കൂസിലിരിപ്പുണ്ട്. കുറെ നേരമായല്ലോ. പുറത്തേക്ക് ഇറങ്ങുന്നോ അതോ ഞാൻ അകത്തു വന്ന് പിടിച്ചിറക്കണോ? ഞാൻ വന്നിട്ടുണ്ടെന്ന് പറ. സാർ വന്നിട്ടുണ്ട്. കല്ലെറിഞ്ഞ് വീഴ്ത്താൻ അവന് ചക്കനെ. കല്ലിഞ്ഞെടുത്തതാ. എങ്ങോട്ട് പോയി? ഇവിടെ പോയി. എന്താ അല്ല അടക്കിയ മറ്റായിരിക്കും. അടക്കിയ അവനകത്ത് എടുത്ത് ചാടി. ഉറപ്പാ ആത്മഹത്യക്ക് ഞാൻ സമാധാനം പറയേണ്ടി വരും. എനിക്ക് പ്രൊമോഷൻ ആവേണ്ട സമയമായി. എനിക്ക് ജോലി പോകേണ്ട സമയമായി. ചെറുപ്പ് അടിക്കതേ. കുടുക്കി ആന കുഴി കുടുക്കി ഇളിച്ചോണ്ട് കണ്ടു പിടിച്ചു ഊരോട്. അവനെവിടെ? വന്ന് വന്ന് തടി മുഴുവൻ വെള്ളയാ. മുതലാളിയോട് ഒരു കാര്യം പറയണ്ടേ? പറഞ്ഞോളൂ. മോൾക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. കുറച്ച് കാശ് വായ്പയായിട്ട് തന്നാ മതി. അതിനെന്താ, അപ്പൂട്ടെന്ന ഒരു 10-20 കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ടൊരു സഹായം ചോദിക്കണല്ലേ? എപ്പോഴാ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അതിപ്പോ തീയതി നിശ്ചയിച്ചിട്ടില്ല. മോൾക്ക് ചൊവ്വാദോഷം ഉള്ളതുകൊണ്ട് ഒന്നും ശരിയാവാണ്ടിരുന്നതാ. ഇതിപ്പോ ജാതകപ്പൊരുത്തുണ്ട്. അടുത്ത ദിവസം ഒരു വീട്ടിലേക്ക് വരുന്ന പറഞ്ഞത്. മുതലാളിയോട് ഒരു വാക്ക് ചോദിച്ചിട്ട് ഉറപ്പിക്കാന്ന് കരുതി. പണത്തിന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. അപ്പൂട്ടെന്താ ധൈര്യമായിട്ട് വാക്ക് കൊടുത്ത്. ഞാൻ പറയട്ടെ. ശരി പോയി. ബാർ സോപ്പ് അമ്മുക്കുട്ടി ഉപയോഗിക്കരുത്. ഈ മനോഹരമായ വിരലുകളിൽ നഖച്ചിട്ട് വരും. സാരമില്ല, ഞാൻ സഹിച്ചോളാം. പീടികയിൽ മേൽത്തര സോപ്പ് പൊടികൾ കിട്ടും. അത് വാങ്ങി തുണി തിരുമ്മിയാ മതി. എന്തിനിത്ര ബുദ്ധിമുട്ടൊന്നും? എന്റെ തന്നാൽ ഞാൻ ലാൻഡറി കൊണ്ടുപോയി വാഷ് ചെയ്യിപ്പിച്ചു തരായിരുന്നല്ലോ. ബുദ്ധിമുട്ടണമെന്നില്ല. ഓ, ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ? പിന്നെ തുണികളിൽ കറയുണ്ടെങ്കിൽ നാരങ്ങ ഉണ്ടല്ലോ, ചെറുനാരങ്ങ, അതിന്റെ അച്ചാറ് ഇങ്ങനെ പുറത്തിയാ മതി. ഓഹോ, നാളെ അമ്മുക്കുട്ടിയെ കാണാൻ ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ആളുകൾ വരണ വിവരം ആ പോലീസുകാർക്ക് അറിയാമോ? അറിഞ്ഞിട്ടുണ്ടാവാൻ വഴിയില്ല. ബ്രോക്കർ വന്ന് കാര്യം പറയുമ്പോ അവരവിടെ ഉണ്ടായിരുന്നില്ല. അല്ല, 2 പോലീസുകാർ വീട്ടിൽ സ്ഥിരതാമസമാണെന്ന് അവരറിഞ്ഞാൽ നാട്ടുകാർക്ക് കുറ്റം പറയാൻ അത് ധാരാളം മതി. നാളത്തേക്കെങ്കിലും അവരൊന്ന് മാറ്റി നിർത്താൻ വിശാലിനോട് പറയാം. അതെങ്ങനെ ശരിയാവും ചേട്ടാ? അവര് വീട്ടിൽ വരുമ്പോ വിശ്വാസം അവിടെ ഉണ്ടാവണ്ടേ? വിശ്വം ഉണ്ടാവണം, പക്ഷെ പോലീസുകാരുണ്ടാവരുത്. അവരെ മാറ്റി നിർത്താനുള്ള സൂത്രമൊക്കെ അവൻ കണ്ടുപിടിച്ചോളൂ. എന്നാ ഏട്ടനും എടുത്തും കൂടി രാവിലെ അങ്ങോട്ട് എത്തുക. ഞങ്ങൾ രാത്രി യാത്രയില്ല. ആ